ഫുള്ളേലിട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അത്യാവശ്യം നല്ല സൗണ്ടും ഉണ്ട്, നല്ല കാറ്റും ഉണ്ട്. ഒരുമാതിരി പാഞ്ചാലിമേട്ടിൽ അതുപോലെ പരുന്തുംപാറയിലൊക്കെ പോയിട്ട് കാറ്റുള്ള സമയത്ത് നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഓക്കെ, മതി. ഹായ്, ക്യൂനോസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ റിവ്യൂവും കാര്യങ്ങളൊന്നും അല്ല, വീട്ടിൽ തന്നെയാണ് ഈ കോളത്തിലൊക്കെ വന്നേക്കുന്നത്. അപ്പം ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന സംഭവം എന്നാല് ഈ കിടക്കുന്ന നമ്മുടെ വാഗണാറിന്റെ അകത്ത് നമ്മളെ AC ഓൺ ആക്കുമ്പോഴേക്കുണ്ടല്ലോ വലിയ തണുപ്പൊന്നും വരുന്നില്ല. മാത്രമല്ല എന്തൊക്കെയോ ഒരു ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്, എന്താ ഈ അപസ്വരങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം എന്നെ സംഭവം വരത്തില്ല. ഇപ്പം ആൾക്കാർ ഇങ്ങനെ നമ്മൾ പറഞ്ഞറിയാലോ, ഈ AC ബ്ലോവറിനകത്ത് നിന്നൊക്കെ സ്ഥാനത്ത് ഈ എലി കൂട് കൂട്ടിയാൽ പാറ്റ സാധനങ്ങളൊക്കെ കയറിയാലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സൗണ്ടും അതുപോലെ തന്നെ തണുപ്പ് പ്രശ്നമൊക്കെ വരുന്നതായിട്ട് അറിയാം. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം നമ്മുടെ ബ്ലോവറിനകത്തുണ്ടോ എന്ന് നമുക്ക് അറിയണം. സോ അതുകൊണ്ട് ഞാൻ ഇന്ന് നമുക്ക് നമ്മുടെ ഫിൽറ്ററൊക്കെ ഊരി മാറ്റി ബ്ലോവറൊക്കെ അഴിച്ച് എന്നാ സംഭവം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ അതിനകത്ത് രണ്ടേ സാധനം മതി. എല്ലാവരുടെ വീട്ടിലുള്ളതിനാണ് ഒരു സ്ക്രൂ ഡ്രൈവറും അതുപോലെ തന്നെ ഒരു 10-11 സ്പാനറുമാണ്. അപ്പൊ സ്പാനർ എടുത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങാനും നമുക്ക് അതിന്റെ ഫാൻ ഊരണ്ടി വന്നാൽ അതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നതാണ്. പിന്നെ ഇത് നമുക്ക് കുറച്ച് സ്ക്രൂ ഉണ്ടല്ലോ, അതും കൂടെ അഴിക്കാനുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ ഗ്ലോ ബോക്സ് ഉണ്ടല്ലോ, ഗ്ലോ ബോക്സിന്റെ അടുത്തായിട്ടാണ് ഈ സാധനം ഇരിക്കുന്നത്. അപ്പൊ ഗ്ലോ ബോക്സ് ഊരാനായിട്ട് ജസ്റ്റ് ഒന്ന് പിടിച്ച് വലിച്ചാല് സാധനം ഇങ്ങനെ ഊരിപ്പോരും. ഇതങ്ങ് നമുക്ക് എടുത്ത് മാറ്റി വെച്ചേക്കാം. എന്നിട്ട് നമ്മുടെ ഗ്ലോ ബോക്സ് ഊരിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഇവിടെ അത്യാവശ്യം ഇരുട്ടുള്ളതുകൊണ്ട് ഒരു ലൈറ്റ് ഒക്കെ വെച്ചിട്ടാണ് കാണിക്കുന്നത്. അപ്പം ഗ്ലോ ബോക്സ് ഊരിയാൽ ഇങ്ങനെ ഒരു അടപ്പ് ഒരു സാധനം കാണാൻ പറ്റും. അത് ഊരാനായിട്ട് വലിയ പാടില്ലത്, ചുമ്മാ ഇങ്ങനെ പിടിച്ചാൽ മതി കേട്ടോ. അത് ഊരി മാറ്റിയാല് ഈ ഇരിക്കുന്ന വൈറ്റ് സാധനമാണ് നമ്മുടെ ഫിൽട്ടർ എന്ന് പറയുന്നത്. അവനെ ഇനി വലിച്ചൂരിയാൽ മതി. എവിടെയാണോ നിങ്ങൾക്ക് പിടിച്ചൂരാൻ എളുപ്പം. എനിക്കിപ്പോ ഈ ലൈറ്റും കൂടെ കയ്യിലിരിക്കുന്നുണ്ട്. നിക്ക് ഞാൻ ഊരി കാണിക്കാം. ഈ ലൈറ്റ് ഒന്ന് മാറ്റി. അപ്പൊ ഞാൻ ഒരു കുഞ്ഞു കാര്യം പെട്ടെന്ന് പറഞ്ഞിട്ട് പോയിക്കോളാം. പെട്ടെന്ന് പറഞ്ഞിട്ട് പോയി നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ സംഭവം ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ വണ്ടികൾക്ക് എന്തെങ്കിലും കുഞ്ഞു മോഡിഫിക്കേഷൻ, അതായത് ബമ്പർ ലിപ്സ്, സ്കേർട്ടിങ്, അതുപോലെ തന്നെ സ്പോയിലർ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാനായിട്ട് മടിക്കണ്ട. അപ്പൊ ഞാൻ നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ഒരു ലിപ്പ് നമുക്കിപ്പോൾ ഒരു ഐറ്റനിൽ വെച്ചിട്ടുള്ള ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ കണ്ടുപിടിക്കുന്ന നമ്മുടെ ഐറ്റനിന് ഈ ലേറ്റസ്റ്റ് ആയിട്ട് വെച്ചിട്ടുള്ള ലിപ്പാണ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബമ്പറിൽ ചെറുതായിട്ട് പൊട്ടലും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ ഒരു ബമ്പറിലുള്ള ആ ഒരു പൊട്ടലും കാര്യങ്ങളും മാറ്റിയിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ലിപ്പും കൂടെ നമ്മൾ വെക്കാൻ കാരണം ശരിക്കും ബമ്പറിന് ഒരു പ്രൊട്ടക്ഷൻ ആണ്. കാരണം കാര്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുഞ്ഞു ആയിട്ടുള്ള എന്തെങ്കിലും തട്ടല മുട്ടല വന്നാൽ ഇത് ഈ ലിപ്പ് അങ്ങ് ആ ഒരു തട്ടല മുട്ടല ഏറ്റെടുത്തോളൂ. അപ്പൊ നമ്മുടെ വണ്ടിയുടെ ബമ്പറിന് നേരിട്ട് ഒരു തരത്തിലും ഡാമേജ് വരത്തില്ല. അപ്പൊ ഇപ്പൊ ആണെങ്കിൽ കുറെ പേരൊക്കെ ABS അല്ലെങ്കിൽ ഫൈബർ മെറ്റീരിയൽ കൊണ്ടുള്ള ലിപ്പും കാര്യങ്ങളൊക്കെ വെക്കും. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ആ ഒരു ലിപ്പിന് തന്നെ നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് അതിൽ കിട്ടുന്ന ആ ഒരു ഇമ്പാക്ട് ശരിക്കും ഷെയർ ചെയ്ത് നമ്മുടെ ബമ്പറിനും കൂടെ പോയിട്ട് മൊത്തത്തിൽ നമ്മുടെ ബമ്പറിനും കൂടി ഡാമേജ് വരും ABS അല്ലെങ്കിൽ ഫൈബറിന്റെ ഒക്കെ വെക്കുമ്പോൾ. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് സർവീസബിൾ ആയതുകൊണ്ട് തന്നെ സർവീസബിൾ ആണ്. അതുപോലെ തന്നെ ഒരു ഇടിയോ എന്തെങ്കിലും ചെറുതായിട്ടാണെങ്കിലും ഈ ലിപ്പ് അങ്ങ് പോകുന്നേ ഉള്ളൂ. മറിച്ച് നമ്മുടെ ബമ്പറിന് ഒരു തരത്തിലുള്ള കേടുപാടുകളും വരത്തില്ല. മാത്രമല്ല നമുക്ക് എന്താണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ശരിക്കും നമ്മുടെ ബമ്പറിന് പ്രൊട്ടക്ഷൻ ആയതുകൊണ്ട് തന്നെ ബമ്പർ മൊത്തത്തിൽ എന്തെങ്കിലും ഡാമേജ് വരുമ്പോൾ മാറ്റി വെക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. ജസ്റ്റ് ലിപ്പ് ഒന്ന് എടുത്ത് കളഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങൾ എവിടെ വരുന്നുള്ളൂ. സോ നിങ്ങൾക്ക് മാത്രമല്ല നമ്മൾ ഈ ഒരു പറഞ്ഞ ലിപ്പും കാര്യങ്ങളും മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും മെഷീനിലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള എന്തെങ്കിലും കുഞ്ഞു മോഡിഫിക്കേഷൻ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഇതേ കണ്ടോ, ഇങ്ങനെ ഇതാണ് നമ്മുടെ ഫിൽട്ടർ. അപ്പൊ ഇതൊന്ന് വലിച്ചൂരി എടുക്കാം. ഇച്ചിരി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, സാധനം കിട്ടിയിട്ടുണ്ട്. ഞാൻ വെളിയിൽ നിന്ന് കാണിച്ചു തരാം. ഇനി ഇതാണ് നമ്മുടെ ഫിൽട്ടർ. അപ്പം ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇത് കണ്ടോ, ഈ ഫിൽട്ടർ ആയിട്ട് വരുന്ന ഈ സംഭവം കണ്ടു. ഇത് വെളുത്ത കളറാണ്. അപ്പം ഇത് അത്യാവശ്യം നല്ലപോലെ യൂസ് ആയി ഇരുന്നോണ്ടാണ് ഇത് കളറൊക്കെ മാറിയിട്ട് നല്ലപോലെ ഡാർക്ക് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുണ്ടോ, ഇവിടെ മൊത്തം എന്നാ നിറഞ്ഞുവിടുന്നുണ്ട്, എന്തോ ചെലന്തി കുഞ്ഞാന്ന് തോന്നുന്നു. പിന്നെ ഇതുണ്ടോ, കുഞ്ഞ് ചെലന്തി വലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതാണ് ഇപ്പൊ ഇതിന്റെ അവസ്ഥ. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇത് മാറ്റിയിട്ട് നമുക്ക് അടുത്ത പരിപാടി നമ്മുടെ ബ്ലോവർ അഴിക്കുന്നത്. നമുക്ക് ഈ റൗണ്ട് ഇങ്ങനെ കാണാൻ പറ്റുന്നു. ഇതാണ് നമ്മുടെ ബ്ലോവറിന്റെ ഫാൻ വരുന്നതിന്റെ മേളത്തെ പോർഷനാണ് ഈ കാണുന്നത്. അപ്പൊ ഇത് നമുക്ക് അഴിക്കണം എന്നുണ്ടെങ്കിൽ താഴെ 3 സ്ക്രൂ നമുക്ക് അഴിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ കാണിച്ചത് ഏതൊക്കെ സ്ക്രൂ അഴിക്കേണ്ടെന്ന് ചോദിച്ചാൽ ഇവിടെ ആയിട്ടൊരു സ്ക്രൂ ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ബാക്കിലായിട്ട് നിങ്ങൾക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നത് ഇവിടെ ആയിട്ടൊരു സ്ക്രൂ ഉണ്ട്. അതുപോലെ ഈ സൈഡിലായിട്ടും കൂടെ ഒരു സ്ക്രൂ വരുന്നുണ്ട്. ഈ 3 സ്ക്രൂ അഴിച്ചിട്ട് നമുക്ക് ഇവനെ താഴോട്ട് വലിച്ചേർക്കാം. നമ്മുടെ സ്ക്രൂ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ സ്ക്രൂ ഡ്രൈവർ ചെറുതായിട്ടൊന്ന് മാറിയായിരുന്നു. കാരണം മറ്റേതിന് വലിയ കാര്യത്തിൽ ഒരു പിടുത്തമൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് എന്റെ സാധനം ഒന്ന് മാറിയായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയും കൂടെ അഴിക്കാം. അടുത്തായിട്ട് എന്താണ്, നമ്മുടെ ബ്ലോവർ നമുക്ക് താഴോട്ടാക്കാം. അതിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. സ്ക്രൂ അഴിച്ചിട്ട് താഴോട്ട് പിടിച്ച് വലിച്ചാല് ആളിങ്ങി പോന്നോളൂ. അപ്പൊ ഇനി ഇതിനകത്ത് എന്നാ പ്രശ്നം എന്നൊക്കെ നോക്കിയാല് അടിപൊളി. കണ്ടല്ലോ,
ഇതാണ് ഇവന്റെ അവസ്ഥ എന്ന് പറഞ്ഞാല്. ഇതിനകത്ത് ഇപ്പൊ മിക്കവാറും എലിയോ അങ്ങനത്തെ എന്തെങ്കിലും സാധനമൊക്കെ കൊണ്ടുവച്ചായിരിക്കും. സാധാരണഗതിയിൽ ഇവനിങ്ങനെ കറങ്ങുന്നുള്ളതുകൊണ്ട് തന്നെ എലികളുടെ പാർക്കാണ് നമ്മുടെ ഈ ബ്ലോവർ എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് ഇനി ഇപ്പൊ ഇവിടുന്ന് ഈ വയറ് വിടിച്ചിട്ട് നമുക്ക് ഇവനെ ഇങ്ങനെ കയ്യിലോട്ട് അങ്ങ് എടുത്തിട്ട് ബാക്കി പരിപാടി നോക്കാം. ഈ ഒരു ബ്ലോവറിന്റെ ഇവിടെ ഒരു വയറുണ്ട്. അപ്പൊ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞത് ആ ഒരു വയറ് പിടിക്കാനായിട്ട് ഇതേ ഇവിടെ ആയിട്ട് നമുക്കൊരു പിന്നുണ്ട്, ഒരു വൈറ്റ് പിന്ന് കാണാം. അത് ദേ ഇങ്ങനെ ഊരിയെടുക്കാം. അപ്പൊ ഇനി എന്നാണ് നമുക്ക് ജസ്റ്റ് നിങ്ങളുടെ കയ്യിലുള്ളതിൽ വെച്ചിട്ട് ഇത് ക്ലീൻ ആക്കാനായിട്ട് പറ്റുന്ന ഏതെങ്കിലും ഒരു കുഞ്ഞു ബ്രഷ് എടുക്കുക. ഇപ്പൊ ഇവിടെ ഇരുന്ന ഒരു വലിയ ബ്രഷ് എന്തായാലും ഇതിനകത്ത് കയറത്തില്ല, അതുകൊണ്ട് എനിക്ക് കിട്ടിയ ഒരു പെയിന്റ് ബ്രഷ് ആണ്. അപ്പൊ ഏത് ബ്രഷാണോ അതെടുത്തിട്ട് നമുക്ക് ഇതൊക്കെ നമുക്ക് പിന്നെ കൈ കൊണ്ടെടുത്ത് കളയാനുള്ളതേ ഉള്ളൂ ഒന്ന് കമത്തിയാല്. അപ്പോ ഏതെങ്കിലും ബ്രഷ് എടുത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഉള്ളൊരു ബ്രഷ് എടുത്തിട്ട് ഇതിനകത്തിരിക്കുന്ന സാധനമൊക്കെ നമുക്ക്. പിന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ല, ഞാൻ ഒരു സ്പാനറും കൂടെ എടുത്തത്. അത് സപ്പോസ് നമുക്ക് ഇതിന്റെ ഫാൻ ഊരണ്ടി വന്നാലെന്ന് ഓർത്തിട്ടാണ്. പക്ഷെ താഴ്ഭാഗത്തൊന്നും വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ആവശ്യം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഇതൊന്നും ഒരു ബ്രഷും വെച്ച് ക്ലീൻ ആക്കി വിടേണ്ട ആവശ്യമേ ഉള്ളൂ. ഇതുണ്ട് ഇതിന്റെ സൈഡിലൊക്കെ ഇരിക്കുന്ന ഈ പൊടിയൊക്കെ പോകാനായിട്ട് നമുക്ക് ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തൂക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞ് കിട്ടും. അത്യാവശ്യം നല്ലപോലെ ക്ലീൻ ആവുകയും ചെയ്യും. അപ്പൊ ഇത് നമുക്ക് നല്ലപോലെ ക്ലീൻ ചെയ്യാൻ എന്നിട്ട് കാണിക്കാം. നമ്മുടെ സാധനം ഞാൻ ഓൾറെഡി ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഞാൻ ജസ്റ്റ് നമ്മൾ മുമ്പിൽ അഴിച്ചിട്ട് ആ ഒരു വയർ ഒന്നുകൂടെ ഞാൻ കണക്ഷൻ കൊടുത്തിട്ട് നമ്മുടെ ഫാൻ ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ AC ഫാനൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴേക്കും ഇതിനകത്ത് നടക്കുന്ന വർക്കിംഗ് എന്നാന്ന് ഇപ്പൊ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ ഇതാണ്ട് നമ്മൾ വിടിയിച്ച ആ ഒരു വയറിന്റെ കണക്ഷൻ നമ്മൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ എന്നാണ് നമുക്ക് ഫാന് ഒന്നിട്ട് നോക്കാം. ഇതുവഴിയാണ് ഇത് ഇതിന്റെ കാറ്റ് വരുന്നതെന്നൊക്കെ നമുക്ക് അറിയണ്ടേ. അപ്പൊ നമുക്ക് ആദ്യം ഒന്നേലിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇത് കാറ്റ് വരുന്നുണ്ടല്ലോ മേളിൽ കൂടെ അല്ല, ഈ സൈഡിൽ കൂടെ ഉള്ളു കാറ്റല്ല, അത് മേള് ഭാഗത്തും നല്ല വരുന്നത്. ഈ ഒന്നേലിട്ടിട്ട് തന്നെ അത്യാവശ്യം നല്ല കാറ്റാണ്. അപ്പൊ നമുക്കിനി ഒന്ന് ഫുള്ളേലിട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അത്യാവശ്യം നല്ല സൗണ്ടും ഉണ്ട്, നല്ല കാറ്റും ഉണ്ട്. ഒരുമാതിരി പാഞ്ചാലിമേട്ടിൽ അതുപോലെ പരുന്തുംപാറയിലൊക്കെ പോയിട്ട് കാറ്റുള്ള സമയത്ത് നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഓക്കെ, മതി 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 മതി. ഇനിയിപ്പൊ നിങ്ങളുടെ വണ്ടിയിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്തെങ്കിലും, അതായത് കാറ്റ് എന്തെങ്കിലും കുറവായിട്ടോ ഇല്ലെങ്കിൽ എന്തെങ്കിലും സൗണ്ടോ വല്ലതും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ സിമ്പിൾ ആയിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇത് അടിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താണ് നിങ്ങളുടെ വണ്ടിക്കകത്ത് പ്രശ്നം എന്നുള്ളത്. ഫിൽറ്ററിനകത്ത് എന്തെങ്കിലും കയറിയിരിക്കുന്നതാണോ ഇല്ലെന്നുണ്ടെങ്കിൽ ബ്ലോവറിന് എന്തെങ്കിലും കംപ്ലൈന്റ് ആണോ, അപ്പൊ നമുക്ക് അറിയാൻ പറ്റും എന്തെങ്കിലും കയറിയിരിപ്പുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ കാണിച്ചാൽ ഇതിനകത്ത് ശകലം ഏതാണ്ട് കരിയിലോ സാധനമൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ അത് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് തിരിച്ചു വെച്ചാൽ മതി. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ കാണിക്കുന്ന ഒരു പരിപാടിയാണ്, നമ്മൾ ഫിൽറ്റർ ഉണ്ടല്ലോ, അത് ഞാൻ ഊരിയെടുത്ത സാധനം ഉണ്ടല്ലോ, അപ്പൊ ഫിൽറ്റർ ഇല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കാറ്റ് കയറി വരും. അപ്പൊ കുറെ ആൾക്കാർ ഈ പറഞ്ഞ പോലെ കാറ്റ് കുറവാണ് ഈ കാണിക്കുന്ന പരിപാടിയാണ് ഫിൽറ്റർ ഊരിക്കളയും. അപ്പം ഫിൽറ്റർ ഇല്ലാതെ നമ്മൾ ഒരിക്കലും കാറ് ഇങ്ങനെ നമ്മൾ ഫാൻ ഓൺ ആക്കാനായിട്ട് പാടില്ല. കാരണം കൂടുതലായിട്ട് ഡസ്റ്റും കാര്യങ്ങളൊക്കെ വലിച്ചെടുക്കും, അത് നമ്മുടെ ഹെൽത്തിനും പ്രശ്നമാണ്. അപ്പം ഫിൽറ്റർ ഇല്ലാതെ ഒരിക്കലും നമ്മൾ ഇത് യൂസ് ചെയ്യാതിരിക്കാൻ നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ എന്താ കാറ്റ് പ്രശ്നമാണ്, ഫിൽറ്ററിന്റെ പ്രശ്നം കൊണ്ടാണ് കാറ്റിന്റെ പ്രശ്നം വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിൽറ്റർ റീപ്ലേസ് ചെയ്യുക, ഒരെണ്ണം പുതിയത് വാങ്ങിച്ച് വെച്ചാൽ മതി. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉള്ള കാര്യങ്ങൾ. അപ്പൊ ഇനി എന്താണ് ഇതൊക്കെ എടുത്തിട്ട് തിരിച്ചു വെക്കാന്നുള്ളതാണ്. അപ്പൊ എന്താണ് തിരിച്ചു വെക്കാനായിട്ട് വലിയ പണിയൊന്നുമില്ല. ഇത് കയറ്റുക, ആ 3 സ്ക്രൂ ഇടുക, അത്രയും പരിപാടി നമുക്ക് ബ്ലോവറിന് വരുന്നുള്ളൂ. പിന്നെ ഞാൻ കാണിച്ച പോലെ തന്നെ ഈ ഒരു പോർഷനിലായിട്ടാണ് നമ്മൾ CD ഒക്കെ ഇടുന്ന പോലെ തന്നെ നമുക്ക് തിരിച്ചു കയറ്റി വെക്കാന്നുള്ളതേ ഉള്ളൂ, നമ്മുടെ ആ ഒരു ഫിൽറ്ററും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇനി ഇതെല്ലാം കൂടുന്നത് തിരിച്ചു കയറ്റി സെറ്റ് ചെയ്തിട്ട് ഇപ്പൊ ബ്ലോവർ കയറ്റിയിട്ട പിന്നെയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിൽറ്റർ കയറ്റിയിടാനുള്ളതാണ്. അപ്പൊ ഞാൻ എന്തായാലും ഇനി ഈ ഫിൽറ്റർ യൂസ് ചെയ്യുന്നില്ല, കാരണം ഞാൻ നിങ്ങളെ എന്റെ ബ്ലോവറിന്റെ അവസ്ഥ കാണിച്ചു തന്നില്ല. അപ്പൊ ഞാൻ ഇത് ചെക്ക് ചെയ്തായിരുന്നു എങ്ങനെയാണ് ബ്ലോവറിനകത്തോട്ട് നമ്മുടെ പാർക്കിലോട്ടുള്ള അതിഥികൾ വന്നേന്നത്. അപ്പാണിത് ഈ സൈഡിലായിട്ട് കണ്ടോ അത്യാവശ്യം നല്ല പോലെ ഇവിടെ കീറി മുറിച്ചിട്ടാണ് അകത്തോട്ട് പോയിട്ടുള്ളത്. സോ ഇതിനെ ഉപയോഗിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ ഇപ്പൊ ഇത് ഇടുന്നില്ല, മറിച്ച് ഒരു പുതിയ സാധനം വാങ്ങിച്ചിട്ട് ഇടുന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ ഒരു ഫിൽറ്ററിന് പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫിൽറ്റർ തന്നെ റീയൂസ് ചെയ്യാം. അപ്പൊ റീയൂസ് ചെയ്യുന്ന നേരത്ത് ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ, നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാകും. ഇത് നേരെ നമ്മൾ CD ഒക്കെ ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യുന്ന പോലെ ഈ ഒരു പോർഷനിൽ ഇൻസേർട്ട് ചെയ്തിട്ട് അതിന്റെ നമ്മൾ ഊരിയ ആ ഒരു അടപ്പും കൂടെ എടുത്ത് വെച്ചാൽ മതി. അപ്പൊ ഞാൻ എന്തായാലും ഇപ്പൊ അത് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് നമ്മുടെ ഗ്ലോ ബോക്സ് തിരിച്ചിട്ടിട്ട് പരിപാടി ഇവിടെ നിർത്താൻ പോകണം. അപ്പൊ ഗ്ലോ ബോക്സ് ഇടുന്ന എങ്ങനെയാണെന്ന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്ലോ ബോക്സിന്റെ ഇതുണ്ടോ ഈ 2 കാലുകളും ഉണ്ടോ, അപ്പൊ ഇത് രണ്ടും ആദ്യം നമുക്ക് അത് ഇടാനായിട്ടുള്ള പോർഷനാണ് ഈ കാണുന്ന ഈ 2 സൈഡിലോട്ട്. അപ്പൊ ഈ 2 സൈഡിലോട്ട് അത് കയറ്റി വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് തള്ളി ഇതകത്തോട്ടാക്കുന്ന അത്രയും പരിപാടിയുള്ളൂ. അപ്പൊ നമുക്കിനി അതും കൂടെ അങ്ങ് കയറ്റിയിടാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഞാൻ പറഞ്ഞ പോലെ ഇത് ഇങ്ങോട്ടേക്ക് കയറ്റി വെക്കാം ആദ്യം തന്നെ. അതിനുശേഷം ജസ്റ്റ് ഈ 2 പോർഷന് ഇതിന്റെ മുകളിലോട്ട് എടുത്ത് വെക്കുക. അപ്പൊ ഇത്രയും പരിപാടിയേ ഉള്ളൂ.
അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോയുടെ വിശേഷങ്ങൾ. അപ്പൊ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു. കാരണം നിങ്ങൾക്ക് ഇതുപോലെ ഫാൻ ഇടുമ്പോഴേക്കും എന്തെങ്കിലും സൗണ്ടോ അതുപോലെ തന്നെ കാറ്റ് കുറവായിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ അഴിക്കുക, പരിശോധിക്കുക. എന്തെങ്കിലും റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലീൻ ചെയ്ത് അത് തന്നെ നിങ്ങൾക്ക് റീയൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പം ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാത്രമല്ല ഷെയർ ചെയ്യുക. എന്തെങ്കിലും സജഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമന്റ് ബോക്സിൽ ഇട്ടേക്കാം. മാത്രമല്ല നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓള് തന്നെ ക്ലിക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആയിരിക്കും ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന ഓരോ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടത്തുള്ളൂ. സോ പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നവരെ